15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഒരു റെസ്റ്റോറൻറ്റിലോ പൊതു സ്ഥലത്തോ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ പ്ലേറ്റിലേക്ക് എറിയും. ഇങ്ങനെ ഇതിപ്പോ ഫുള്ള് തീർക്കുമോ, ഇനിയിപ്പോ അവർക്ക് ഭക്ഷണം കിട്ടുമോ, ആ ക്യാരക്ടറാണ് അവർ ചിന്തിക്കുന്നത്. പഞ്ചാബി ഹൗസിലാണെങ്കിലും ആ ഒരു സീന് എനിക്ക് ഹിന്ദിയൊന്നും അങ്ങനെയൊന്നും അറിയില്ല, എനിക്ക് അറിയാവുന്നൊക്കെ അടിച്ചു വിട്ടല്ലേ ഇവിടെ. ബട്ട് ആ സീനാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിലേക്ക് തലയൊക്കെ ഇട്ടിട്ട് അതെ, ഇന്ദ്രൻ ചേട്ടൻ പറക്കും തളിക്കല്ലേ ഇന്റർവ്യൂ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ. ട്രോളർമാര് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഐ എം സോ ഹാപ്പി. മേ ബി ആദ്യമായിട്ട് താങ്ക് യു എന്നൊക്കെ പറയാം. ഞാൻ ബഡായി നടക്കുമ്പോൾ എന്നെ ഒരു വശം പിശു ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ, ഒരുത്തം വിൽക്കാൻ ശ്രമിക്കുകയാണ്. മാതള നാരങ്ങ. ബഡായി ബംഗ്ലാവിലെ അമ്മായി കഴിക്കുന്ന മാതള നാരങ്ങ. കുഷ്ബു കടിച്ചിട്ട് ടാപ്പിൾ ചേച്ചി ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് കാണിച്ചിട്ട്. ജയചന്ദ്രൻ ചേട്ടൻ വന്നു. അപ്പോൾ ധർമ്മൻ അവിടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയുണ്ട് മാച്ചേ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രസിദ്ധ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടിക്കോ? എനിക്ക് പാട്ടായിട്ട് എനിക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ എന്തോ ഒരു പാട്ട് പാടി. ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ ആര്യ ഇരുന്നിട്ട് ചിരിയോട് ചിരി. ഞാൻ നീ എന്തിനാണ് നോക്കാൻ തിരിച്ച്, എൻ്റെ ചേച്ചി ആ ചേച്ചി പാടിയത് ഓക്കെ, ആ ലിറിക്സ് ഉണ്ടല്ലോ ഫുൾ പൊട്ടത്തെറ്റാണ്. കുട്ടിയേട്ടൻ്റെ മുഖത്തൊരു കോഫി. ആനന്ദ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ കോഫി എറിയുമ്പോൾ അതൊരു വേവ് പോലെ പോകണം. ഞാനിങ്ങനെ വേവാ കുട്ടേട്ടൻ ബടിയൻ മാറൂ ഇതുവരെ ഒന്നില്ലെങ്കിൽ ഇവിടെ പോയി എറിയും, ഇല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വരും. എന്ത് ചെയ്താൽ മുഖത്തേക്ക് പോടില്ല. ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പേര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഇറ്റ്സ് അമ്മായി, ബഡായി അമ്മായി പ്രസീത ചേച്ചി. വെൽക്കം ടു ദി ഷോ. താങ്ക് യു ഡിയർ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഏറ്റവും പുതിയത് പെറ്റ് ഡിറ്റക്റ്റീവ്. അതെ, 16th റിലീസ് ആവണം. ഓക്കെ, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഹോൾ ടീം. ഇപ്പൊ അതിന്റെ പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു ഫിലിമാണ്. അതെ, കാരണം വേറൊന്നും ഉണ്ടല്ല, എനിക്ക് ഈ പടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്നോട് പ്രണീഷ് വിജയനാണ് ഡയറക്ടർ. പുള്ളി എന്നോട് പറഞ്ഞത്, കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേച്ചി ഇതൊരു കോമഡി ചെയ്യരുത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. ബിക്കോസ് ബാക്കി പടങ്ങൾ വരുമ്പോൾ സെയിം റിക്വയർമെന്റ്സ് ആണല്ലോ വരുന്നത്. ഇവിടെ നമ്മൾ കോമഡി ചെയ്യണോ, നമ്മൾ ഇതാക്കണോ, അങ്ങനെയൊക്കെയാണല്ലോ. ഇത് ചേച്ചി കോമഡി ചെയ്യണ്ട. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം എല്ലാം സിറ്റുവേഷണൽ കോമഡി ആയിരിക്കും. അപ്പൊ യു ജസ്റ്റ് ഹാവ് ടു ഡു വാട്ട് എവർ ഇസ് ബീൻ ഇൻട്രസ്റ്റഡ് ടു യു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് വാസ് ക്വൈറ്റ്. പിന്നെ നല്ല ടീം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പത്തെ തലമുറയിലുള്ള ആൾക്കാരൊപ്പം ഒക്കെ നമ്മൾ അവരൊപ്പം ഒന്ന് അല്ലേ, അവരൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാന്ന് പറയുന്നത് അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പൊ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ 2019 എൻ്റെ 2 റിലീസ് ഉണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പാകത്തിനുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ പോരെ. അത് അങ്ങനത്തെ ഒരു ഇതിലാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പം ബഡായി ബംഗ്ലാവ് കൊണ്ടുണ്ടായ ഒരു 2 പോസിറ്റീവ്സും ഒരു 2 നെഗറ്റീവ്സും പറയാൻ പറഞ്ഞ എന്ത് പറയും? നെഗറ്റീവ് ഞാൻ ആദ്യം പറയാം. ഒരു റെസ്റ്റോറൻറ്റിലോ പൊതു സ്ഥലത്തോ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല. അതാണ് നെഗറ്റീവ്. കാരണം വെച്ചാൽ ഞാൻ പറയുമ്പോൾ എൻ്റെ ചെലവിൽ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ കഴിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ അല്ലാതെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലോ ഭക്ഷണം കഴിക്കും. നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കും. നോക്കിയിട്ട് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ പ്ലേറ്റിലേക്ക് എറിയും. ഇങ്ങനെ ഇതിപ്പോ ഫുള്ള് തീർക്കുമോ, ഇനിയിപ്പോ അങ്ങനത്തെ ഒരു അവർക്ക് ഭക്ഷണം കിട്ടുമോ, ആ ക്യാരക്ടറാണ് അവർ ചിന്തിക്കുന്നത്. അല്ല നമ്മളെന്ന വ്യക്തി അവിടെ വന്ന് ഭക്ഷണം, അതാണ് നമ്മൾ ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നമ്മൾ പ്രസീതയാണല്ലോ, നമുക്ക് അമ്മായി ആവേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ അതെനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പ്ലസ് ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ തൊട്ട് മുത്തശ്ശിമാര് വരെ അമ്മൂമ്മമാര് വരെ ഒക്കെ എവിടെ കണ്ടാലും അവര് വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് ഒരു അരമണിക്കൂർ അവർ ചിരിക്കും. അവര് സന്തോഷാണേ. എന്നിട്ട് ചിരി നിർത്തിയിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുള്ള ഒരു വകുപ്പുണ്ട് അവിടെ. അതെ അതെ, അത് അവരുടെ ഒരു ഇഷ്ടം. അതായത് നമുക്ക് അല്ലേ, അവരല്ലേ നമ്മളെയൊക്കെ ഹോൾഡ് ചെയ്യണം. അപ്പൊ പിന്നെ
പ്രേക്ഷകരുടെ ആ ഒരു പിന്തുണ ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റിന് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ഷർഫിക്ക എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിനെയാണോ ഒരു ആക്ടറിനെയാണോ ചേച്ചി സെറ്റിൽ കണ്ടത്? ഇല്ല, മൂപ്പര് ആസ് എ പ്രൊഡ്യൂസർ ഈസ് വെരി റെസ്പോൺസിബിൾ. ബട്ട് എനിക്ക് മൂപ്പരിൽ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താ വെച്ചാൽ പുള്ളിയുടെ സീൻ അല്ലാതെ മറ്റ് സീൻസ് എടുക്കുമ്പോൾ ഹീസ് പ്രസന്റ് ദർ. എന്നിട്ട് അപ്പാർട്ട് ഫ്രം വാട്ട് പ്രണീഷ് ഇസ് ടെല്ലിങ് അസ് ടു ഡു, മൂപ്പര് വന്നിട്ട് പറയും നമുക്ക് ചേച്ചി ഇങ്ങനെ വേറെ രീതിയിൽ ചെയ്തല്ലോ, കുട്ടേട്ടെന്ന് പറയുമ്പോൾ വിജയരാഘവൻ ചേട്ടൻ ഈ രീതിയിൽ നമുക്ക് അത് അങ്ങനെ എല്ലാവരോടും പുള്ളിക്ക് അതൊരു കുറച്ചും കൂടെ ഒരു എത്ര കൂടുതൽ എൻഹാൻസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇംപ്രവൈസേഷൻസ് ആണ് കൂടുതലും. അപ്പോൾ ഈ ഡെഫിനറ്റ്ലി ഹെൽപ്സ്. ചേച്ചി ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് റോൾസ് ചെയ്യുന്ന ആളാണ്. കാരണം നമ്മള് കണ്ടേക്കുന്ന ചേച്ചി എനിക്ക് തോന്നുന്നു ഒരു 14-15 ഫിലിംസ് ആണ് ചേച്ചിയുടെ കരിയറിൽ ചേച്ചി ചെയ്തേക്കുന്നത്. ഇല്ല 10-45 പടം ഉണ്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഞാൻ എപ്പോ തുടങ്ങിയത് 3-ാം മുറയിൽ തുടങ്ങിയതല്ലേ. പക്ഷെ ഞങ്ങക്ക് ഗൂഗിൾ അത്രയും തന്നില്ല കേട്ടോ. ഗൂഗിളിൽ ഞാൻ പിടിക്കണ്ട്. ഗൂഗിൾ അത്രയും തന്നിട്ടില്ല. അപ്പൊ ചേച്ചി അതിൽ ചെയ്തിരിക്കുന്ന റോൾസ് എല്ലാം വളരെ ചെറുതാണെങ്കിലും ഭയങ്കര നമ്മള് പെട്ടെന്ന് ഓർത്തിരിക്കുന്ന റോൾസ്. അതെ, ഞാനിപ്പോ കോമഡി മാത്രല്ല, ഇപ്പൊ പത്രം എന്ന് പറഞ്ഞ സിനിമ ഒക്കെ സീരിയസ് ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ 2 സീനേ ഉള്ളൂ. പക്ഷെ എഴുതിയത് അത് രഞ്ജിയേട്ടനായതുകൊണ്ട് ആ സീൻസിന്റെ പവറും ഡയറക്ട് ചെയ്ത് ജോഷി സാർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രത്യേക നമ്മൾ ആ സമയത്ത് ചിന്തിച്ചില്ല ലൈക്ക് ഇതിനൊക്കെ ഇത്രയും വലിയൊരു ഇമ്പാക്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടാവുന്നത്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അതൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒട്ടുമിക്ക പടങ്ങളെല്ലാം ചെയ്തത് മിക്കതൊക്കെ എല്ലാം ഹിറ്റാണ്. വി ഡോണ്ട് നോ. ഇപ്പൊ പഞ്ചാബി ഹൗസ് ആയാലും നമുക്കറിയില്ലല്ലോ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് ആൾക്കാർ അതൊക്കെ തന്നെയാണ് ഇപ്പൊ വീണ്ടും കണ്ടുകൊണ്ടിരിക്കണോഴും. അത് ശരിയാ. പഞ്ചാബി ഹൗസിലാണെങ്കിലും ആ ഒരു സീൻ, ഒരു ചോർന്നുള്ള ആ ഒരു സീന്, അത് ആക്ച്വലി എനിക്ക് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. റാഫി മെക്കാർട്ടിൻ പടങ്ങളുടെ ഭാഗമായിരുന്നു ഞാൻ. മിക്കവാറും അവർ പടങ്ങളുണ്ടാവും. പക്ഷെ അന്ന് എനിക്ക് LLBയുടെ എൻട്രൻസ് എഴുതാൻ പോണായിരുന്നു ബാംഗ്ലൂര്. സോ അതുകൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് ചെയ്തിട്ട് പിന്നെ തന്നെ ഹാഡ് ടു ഗോ. അങ്ങനെ. അതെ. അന്നെന്താ പേരൻസ് ശരിക്കും ഫിലിമില് രണ്ടിനും സപ്പോർട്ടായിരുന്നോ? പിന്നെ പക്ഷെ പഠിത്തം ഡെഫിനറ്റ്ലി പഠിത്തം കഴിഞ്ഞിട്ട് എന്തും മതി. പക്ഷെ ഇതെന്റെ ഒരു സന്തോഷല്ലേ, ഒരു സ്ട്രെസ് ബസ്റ്റർ അല്ലേ, ഒരു ഹോബി. സോ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടും ബാലൻസ് ചെയ്ത് പോണല്ലോ. അപ്പൊ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുറച്ച് സീൻസ് അവിടെ ചെയ്യാൻ പറ്റി. ബട്ട് ആ സീനാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ചോറും പറ്റും. സീരിയസ്ലി ആ സിനിമയിൽ കിട്ടുന്ന സീൻ അതാണ് നമ്മളപ്പോ ചെയ്യും. നമുക്കറിയില്ലല്ലോ. എടുത്തതാണ്. എനിക്ക് ഹിന്ദിയൊന്നും അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് അറിയാവുന്നൊക്കെ അടിച്ചു വിട്ടല്ലേ ഇവിടെ. അതൊന്നും പ്രശ്നമില്ല. പിന്നെ കോമ്പിനേഷൻ ഹരിശ്രീ അശോകൻ ചേട്ടനും ബാക്കിയുള്ളവരും അല്ലേ, ഇന്ദ്രൻ ചേട്ടനും. ഇതിലേക്ക് തലയൊക്കെ ഇട്ടിട്ട്. അതെ, ഇന്ദ്രൻ ചേട്ടൻ അല്പം പൊള്ളിപ്പോയി. എന്റെ പൊന്നെ, അത് ലിറ്ററലി നമുക്ക് മറക്കാൻ പറ്റാത്ത സീൻസ് ആണ് അതെല്ലാം വരുന്നത്. അതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിലെ പറക്കും തളികയിലെ ഇന്റർവ്യൂ. അത് എത്രയല്ലേ, മൈ ഗുഡ്നസ്. ഇന്നലെയും കൂടെ ഞാനൊരു ഇന്റർവ്യൂവിന് പോയപ്പോ അവരത് പറയുന്നത് ട്രോളർമാര് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു. ഐ എം സോ ഹാപ്പി. താങ്ക്സ് ടു ഓൾ ദോസ് ട്രോളേഴ്സ്. എനിക്ക് മേ ബി ആദ്യമായിട്ട് താങ്ക് യു എന്നൊക്കെ പറയാം. ശരിക്കും ഇപ്പോഴും പലരും ഷെയർ ചെയ്തു പോകുന്ന റീമിക്സുകൾ നമ്മള് ഈ പണ്ട് ടിക്ടോക്ക് പോലെ ഇപ്പം റീലുകളിൽ വരുമ്പം ഷെയർ ചെയ്ത് പോകില്ലേ, ഇതൊക്കെ ചെയ്യുന്നത് ഈ സാധനം ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പൊ അതിൽ ചേച്ചി ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചെല്ലുന്നു, അവരുടെ ഡയലോഗ്സിൽ ചേച്ചിയുടെ എക്സ്പ്രഷൻ ആണ്. അല്ല, അത് ഒറ്റ ദിവസത്തെ വർക്കാണ്. എനിക്കൊന്ന് ഹാഫ് ഡേ ഉള്ളു. താഹെ ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പൊ ദിലീപ് ഏട്ടനും പിന്നെ ഈ പറഞ്ഞ പോലെ ഹരിശ്രീ ചേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു ചെറിയൊരു സംഭവമാണ്, നീ ഒന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാ ശരി ബിക്കോസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പല പടങ്ങളിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ നമുക്കത് ഓക്കെ, നമ്മൾ അവൈലബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്തു പോയത്. പക്ഷെ അത് ഇത്രയും കാലമായിട്ടും അത് പലപ്പോഴും അതെ അങ്ങനത്തെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുറെ റോളുകളാണ് ചേച്ചി ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണവാളനാണെങ്കിലും അതില് ബീഡി വലിക്കുക, മറ്റേ മാളച്ചേട്ടനായിട്ടുള്ള അന്നും പിന്നെ ടോം ബോയ് സെറ്റപ്പ് ആയിരുന്നു. അത് അന്ന് ശരിക്കും ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാ മുടി വളർത്താത്തെന്നൊക്കെ ചോദിക്കില്ല. അന്ന് എനിക്ക് മുടി ഉണ്ടായിരുന്നു. പക്ഷെ ടോം ബോയ് ചെയ്തു വന്നത് ചേച്ചിയല്ലേ? ഇല്ല, ആണ്. ഒരു ക്യാരക്ടർ ഒരു ലെവല് ചേച്ചി എനിക്ക് തോന്നുന്നു ടോം ബോയ് അങ്ങനെ ഒരു വെട്ടി വന്നത്. അതെ, അല്ല അങ്ങനെയല്ല ഞാൻ ചെയ്ത്. എനിക്കൊന്ന് ടോം ബോയ് എന്നുള്ള പറഞ്ഞ് ചെയ്യാൻ ഡാർലിംഗ് ദിലീപ് അത് കാണാം. പക്ഷെ അതിൽ അപ്പടെ ചേഞ്ച് വോയിസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നും അങ്ങനെ. പക്ഷെ എനിക്കത് പുതുക്കോട്ടയിലൊക്കെ ഐ ഹാഡ് ഹെയർ അത് ആക്ച്വലി ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും വെട്ടുന്നതിന് അങ്ങനെ ചേച്ചിക്ക് ഇഷ്ടമുണ്ടായിട്ട് വെട്ടിയത് അങ്ങോട്ട്
അല്ലല്ല, ഇത് കൊറോണ ടൈമിൽ ബോറടിച്ചിട്ട് വെട്ടിക്കളഞ്ഞു. ഇത് വെട്ടിക്കളഞ്ഞാണോ? ഓക്കെ. അതങ്ങനെ. ചേച്ചിനെ വെച്ചിട്ട് കൊറേ ഈ മെമീസ് വരാറുണ്ടല്ലോ, മീംസ് വരാറുണ്ട്. അപ്പൊ അതില് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മീൻസ് ഏതാ? ചേച്ചിക്ക് ഒരു ഇഷ്ടപ്പെട്ടതെന്ന് തോന്നാൻ ഈ അടുത്തിടെ ഏതെങ്കിലും ഒക്കെ കണ്ടിട്ട്? അടുത്തിടെ അല്ല, ഞാൻ ബഡായി നടക്കുമ്പോൾ എന്നെ ഒരു വശം പിശു ഒരു ഇത് അടുത്ത് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ, ഒരുത്തം വിൽക്കാൻ ശ്രമിക്കുകയാണ്, മാതള നാരങ്ങ. അവർ ബഡായി ബംഗ്ലാവിലെ അമ്മായി കഴിക്കുന്ന മാതള നാരങ്ങ. ഇത് മറ്റേ പണ്ട് ഷക്കീല കടിച്ചിട്ട് അല്ല ഖുഷ്ബു കടിച്ചിട്ട് ടാപ്പിള് ചേച്ചി ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് കാണിച്ചിട്ട്. എങ്ങനെയൊക്കെ ചിന്തിക്കണു അല്ലേ ഇത് വിൽക്കാൻ വേണ്ടിട്ടേ. അങ്ങനെയൊക്കെ ചില അതല്ല, പക്ഷെ നല്ല രസല്ലേ. നിങ്ങൾ പിന്നെ സെറ്റിലാണേലും ബോറടിക്കത്തില്ലല്ലോ അല്ലേ, ഇവരെല്ലാരും ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിരിക്കാലോ. അതിന് ടൈം കിട്ടാറുണ്ടോ അതോ വന്ന് ചെയ്തിട്ട് പോകുന്നു? ഇല്ല, അങ്ങനെയല്ല, ഡിപ്പെൻസ്. കാരണം നമ്മളാ സിനിമയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് സമയമുള്ളപ്പോ ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു ആ സെറ്റിൽ വെച്ച് നടന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? മൊമെന്റ് പറയാച്ചാല് ഇത് ബഡായുടെ ബഡായുടെ സെറ്റിൽ ഞാൻ ഒരു വർഷം എന്നോട് ഈ അതിനൊരു പ്രത്യേകത ഉണ്ട് ആ സെറ്റില്. ഇവര് ഡാൻസ് ഒക്കെ നേരത്തെ കൂട്ടി പറയില്ല, അവിടെ വന്നിട്ട് അപ്പിടും, പാട്ടിടും, എന്നിട്ട് ഡാൻസ് ചെയ്തോ. ഈ റെക്കോർഡ് ഡാൻസറുടെ അവസ്ഥയാണ് നമുക്ക്. പിന്നെ അല്ല അറിയാലോ, പെട്ടെന്നൊന്ന് ഡാൻസ്. ബാക്കി ബാക്കിലുള്ള പെൺകുട്ടികൾ അവര് പിന്നെ ഡാൻസേഴ്സ് ആണ്. അവരെന്നിട്ട് എന്നോട് ഇങ്ങനെ നോക്കുവര്, ഞാൻ വല്ല സ്റ്റെപ്പ് ഇട് വെച്ചിട്ട് ഞാൻ പറയും എന്നെ നോക്കി ചെയ്യരുത്, നിങ്ങൾ തെറ്റും, നിങ്ങളുടെ സ്ഥലം മൊത്തം നിങ്ങൾ തെറ്റും, ഞാൻ എന്തെങ്കിലും കാണിക്കും. അവർക്കതറിയാം, എന്റെ നോക്കി ഒരിക്കലും ചെയ്യരുതെന്ന് പറയും. ഇത് പെട്ടെന്നാണ് ഇവരുടെ. അതേപോലെ പെട്ടെന്ന് ഒരു ദിവസം എന്നോട് പാടാൻ പറഞ്ഞു ഡയന. പ്രസിദ്ധ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടിക്കോ? എനിക്ക് പാട്ടായിട്ട് എനിക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തോ ഒരു പാട്ട് പാടി. ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ ആര്യ ഇരുന്നിട്ട് ചിരിയോട് ചിരി. അപ്പൊ ഞാൻ വിചാരിച്ചോ പിന്നെ അവളൊക്കെ ഇപ്പൊ ചിരിക്കാൻ കണ്ട ഞാൻ നീന്തിനാണ് നോക്കാൻ തിരിച്ച് എൻ്റെ ചേച്ചി പാടിയത് ഓക്കെ, നല്ല കോൺഫിഡൻസിൽ പാടി. ആ ലിറിക്സ് ഉണ്ടല്ലോ ഫുൾ പൊട്ടത്തെറ്റാണ്. ഞാനറിഞ്ഞ അത് ഏറ്റവും രസം, അവരാരും ഒന്നും അറിഞ്ഞില്ല, അറിഞ്ഞില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്തില്ല, ഓർമ്മയില്ല, ഏതോന്ന് പാടി. ഞാനും കൂടാ വേണ്ട, അതെ പാട്ട് നമുക്ക് സെറ്റാവില്ല. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മള് കോൺഫിഡൻസിലാണല്ലോ, അതൊക്കെ പാടി തകർത്തിട്ട് നമ്മള് പോയി കളയും. പിന്നെ അവള് പറഞ്ഞപ്പോഴാണ് ലിറിക്സ് എഴുതിയ ആളുടെ ഗതി ഏതൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ സംഭവിക്കും. ഇതില് തന്നെ സെറ്റിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചിരി അടക്കി പിടിക്കാൻ പറ്റാതെ പോയ എന്തെങ്കിലും, അതായത് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ? ഞാൻ പറയാം. അപ്പൊ ജയചന്ദ്രൻ ചേട്ടൻ വന്നു പാട്ട്. അപ്പൊ മൂപ്പര് ഒരു പ്രത്യേക ടൈപ്പാണ്. ചില എന്നുവെച്ചാൽ വെട്ടി തുറന്ന് പറയും എല്ലാം അങ്ങനെയാ. അപ്പൊ പുള്ളി ഓൾറെഡി വന്നതിന് ഡ്രസ്സിങ് ഇവിടെ ഒരു കളറ്, ഇപ്പുറത്ത് വേറൊരു കളർ, എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് വന്നു. ഞങ്ങളായിരുന്നു. അപ്പൊ ഞാൻ ഡയനോട് ഓൾറെഡി പറഞ്ഞു ഞാനിതിൽ കയറുന്നില്ല, ബാക്കി ആരാന്ന് വെച്ചാൽ കയറ്റിക്കോന്ന് പറഞ്ഞു. അല്ല ഇല്ല, എനിക്ക് ഓൾറെഡി ഇപ്പുറത്ത് ഡ്രസ്സ് ചെയ്യാൻ ഒരു സമയം വേണമായിരുന്നു വേറെ ക്യാരക്ടറിന് വേണ്ടി. ഞാൻ നോക്കിയോ ധർമ്മ പറഞ്ഞു ഞാൻ പോവാ എന്ന് പറഞ്ഞു. പോയിക്കോ എന്ന് പറഞ്ഞ് ഡയന വിട്ടു. അപ്പോൾ ധർമ്മനെ അവിടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്തൊക്കെയുണ്ട് മാച്ചേ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് നിന്നെ പഠിപ്പിച്ചത്? ഞങ്ങളെല്ലാരും കൂടെ ധർമ്മനങ്ങനെ മുഖമൊക്കെ മാറി. അല്ല വെറുതെ ഒരു ഓളത്തിന് പുള്ളി ഒന്ന് ഇതാക്കണല്ലോ, നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുവരണല്ലോ. അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ലൈക്ക് ദാറ്റ് ചോദിച്ചാ എന്തൊക്കെയുണ്ട് ഭാഷ ഞാൻ എപ്പോഴാണ് ഇതിനെ പഠിപ്പിച്ചേ? അതുപോലെ വിഷു ഇരിക്കുമെന്ന് പറഞ്ഞ എന്തോ ഉടുപ്പിന്റെ കാര്യത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞു. ചേട്ടൻ ഭയങ്കര കളർഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടമുണ്ട് അത് ഞാൻ ഇടുന്നു, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഇടുന്നു. പക്ഷെ ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ അല്ല പുള്ളി, അങ്ങനെയാണ്, നല്ല രസാ. അതെ 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 അങ്ങനെയൊക്കെ ചില ചിത്രചേച്ചിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിത്രചേച്ചി ഒന്നും അധികം മിണ്ടാത്ത ആള് പോലും. ചിത്രചേച്ചി ഞാൻ സത്യം പറയട്ടെ, ഐ എം സോ താങ്ക്ഫുൾ ടു ഹെർ. കാരണം ഞാനൊരു സാധാരണ അധികം പുറത്തുള്ള ഫങ്ഷൻസ് ഞാൻ അങ്ങനെ അധികം പോവാറില്ല, ബിക്കോസ് ഐ എം ക്വൈറ്റ് ബിസി. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ചില കല്യാണങ്ങൾ, ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന് അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒരു കുട്ടിയുണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളുടെ ഫാമിലിയിലുള്ള ഒരു കല്യാണമാണ്. അപ്പോൾ ഞാനും മോനും നമ്മളെല്ലാവരും കൂടെ ചെന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പെട്ടെന്ന് ചിത്രാമ്മേനെ കണ്ടു. അപ്പോൾ ഞാൻ ഇതുവരെ ചിത്ര ചേച്ചിനെ കണ്ടിട്ടില്ല.
അപ്പൊ ചിത്രം അവര് ആ കപ്പിളിനെ വിഷ് ചെയ്തിട്ട് അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെല്ലാം നെക്സ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അടുത്ത് പോയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് കയറാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്കാരി അവിടുന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പം നമുക്കറിയില്ലല്ലോ, അത്രയും പേര് നിൽക്കില്ലേ, ആരെ കൈ കാണിക്കാൻ നമുക്കറിയാം. അപ്പം നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഫുൾ സ്പീഡിൽ ഇറങ്ങി വന്നിട്ട് ഒറ്റ കെട്ടിപ്പിടിക്കില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ എത്ര കാലമായിട്ട് നോക്കി നടക്കാം, എവിടെയോ ഒന്ന് കാണാൻ പറ്റുമോ. എനിക്ക് ഭയങ്കര പിന്നെ ചിത്രാമ്മയെ പോലെ ഒരു ലെജൻഡ്. അതിന്റെ ശേഷമാണ് പുള്ളിക്കാരി നമ്മുടെ ബഡായി ബംഗ്ലാവിലേക്ക് വന്നത്. വരുമ്പോ ഡയനോട് ചോദിക്കും, പ്രസീത ഉണ്ടോ? എന്താ ഞാൻ വരാറ്. സോ സ്വീറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. കാണുമ്പോ ഓരോരുത്തർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷല്ലേ, ഒരു സ്നേഹം. സോ താങ്ക്ഫുൾ ടു ഹർ. ഇപ്പൊ ബഡായി ബംഗ്ലാവിൽ ചേച്ചിക്ക് ചെയ്യണം, അതായത് ബാക്കിയുള്ളവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ചേച്ചി അമ്മായി എന്നൊരു ക്യാരക്ടറാണ്. ഇത് പെഡ് ഡിറ്റക്റ്റീവിന്റെ ഇന്റർവ്യൂയാണ്, മറക്കണ്ട. അവര് വേറെ വഴിക്കൊക്കെ പോടും. അപ്പൊ ചേച്ചിക്ക് അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടോ? ആരുടെ? ബാക്കിയുള്ളവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇല്ല, ചേച്ചിക്ക് ചേച്ചിയുടെ തന്നെ. അതെ 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 അതെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഓ ഓക്കെ. കാരണം എനിക്ക് ചേച്ചീനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ചേച്ചീനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിലെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിലെന്താ, എനിക്ക് പറയാൻ സന്തോഷമേ ഉള്ളൂ. ഇവിടെ വന്ന് നമ്മൾ മറ്റേ പ്രൊമോഷന്റെ ഇതും കൂടെ പറയണല്ലോ. അതാണ് ആദ്യം പറഞ്ഞു. ആയിക്കോട്ടെ. ഓക്കെ. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണല്ലോ, എന്താ അങ്ങനെ ഒരു പേര് ആ സിനിമയ്ക്ക്? അല്ല, അത് ഒന്നാമത് അതിൽ കുറെ പെറ്റ്സും പിന്നെ അതിനോട് അനുബന്ധിച്ചൊരു ഡിറ്റക്റ്റീവ് ഒക്കെ ഒരു ആവശ്യമാണ്. അത് അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. ഇതില് വന്നതാണ് കംപ്ലീറ്റ്. ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലൊരു ഇതില് അതാണ് ആപ്റ്റായ ഒരു പേര്. കുറേ അധികം പെറ്റ്സ് ഉണ്ട് അല്ലേ അതില്? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കൊന്ന് ഓൾറെഡി എനിക്കൊന്ന് ഷറഫുദ്ദീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സോങ്ങില് കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് എനിക്കുള്ള ഒരു പെറ്റാണ്. അല്ല, അത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറയാം. അതെ അതെ. എന്തെങ്കിലും ഒരു, അതായത് ഈ ഷൂട്ടിലുണ്ടായ എന്തെങ്കിലും ഒരു മൊമെന്റ്സ്, എന്തെങ്കിലും ഒരു രസകരമായ എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? അല്ല, ഇതിലുണ്ട ഒരു സാധനം എനിക്ക് തോന്നുന്നു പറയാന്ന്. അത് രസകരമായ ഒരു അനുഭവമായിരുന്നില്ല, എനിക്ക് കുറച്ച് കഠിനമായിരുന്നു. കാരണം അതിൽ ഞാൻ അത് ട്രെയിലറിൽ വന്നിട്ടുണ്ട്, കുട്ടിയേട്ടൻ്റെ മുഖത്തേക്കൊരു കോഫി എറിയുണ്ടല്ലോ. അപ്പോൾ എനിക്കായിരുന്നു ആ ടാസ്ക്. അപ്പൊ എനിക്കത് ഇതിന്റെ ക്യാമറമാൻ ആനന്ദാണ്, നമ്മുടെ പ്രേമത്തിൻ്റെയൊക്കെ. അപ്പോൾ ആനന്ദ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ കോഫി എറിയുമ്പോൾ അതൊരു വേവ് പോലെ പോകണം. ഞാനിങ്ങനെ വേവാ, പിന്നെ വേവ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കാരണം പുള്ളിക്കത് പുള്ളി ഉദ്ദേശിച്ചൊരു സംഭവം അത് കിട്ടണം, അതാണ്. പിന്നെ എങ്ങനെയൊക്കെ കുട്ടേട്ടൻ ബടിയന്മാറു ഇതുവരെ, കാരണം ഒന്നില്ലെങ്കിൽ ഇവിടെ പോയി എറിയും, ഇല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വരും. എന്ത് ചെയ്താൽ മുഖത്തേക്ക് പോടില്ല. എത്ര ടേക്ക് എടുത്തു? ഒരു 2 ടേക്ക് പടിയായി, 3ാമത്തെ ടേക്ക് ഓക്കെ. ആ സമയത്തൊക്കെ ഡ്രസ്സ് അതവർക്ക് ഉണ്ടല്ലോ സ്റ്റാൻഡ് ബൈ. പിന്നെ അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആര്യ ചേച്ചിയുടെ കല്യാണത്തിന്റെ വീഡിയോസിൽ ചേച്ചി ചെന്നതൊക്കെ നമ്മള്. അപ്പൊ ഇപ്പോഴും നിങ്ങള് പഴയ പോലെ തന്നെ ഗ്യാങ് കണക്റ്റഡ് ആണോ? അപ്പം പിന്നെ നമ്മള് എല്ലാപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വിളിക്കും. പിന്നെ ചിലപ്പോ എല്ലാവരും എവിടെയെങ്കിലൊക്കെ വെച്ചത് കാണാന്ന് വെച്ചാൽ കൂട്ടായ കാണാനല്ല, ഈ പറഞ്ഞ പോലെ കല്യാണങ്ങളോ ഇനിയിപ്പോ ഒരു ബഡായി ബംഗ്ലാവ് ഉണ്ടാവോ ഒരു സീസൺ? ഡയന സിൽവസ്റ്ററിനോട് ചോദിക്കാം. അങ്ങനെയുള്ള അല്ല, അത് ഡയനയുടെ ഇറ്റ് ഈസ് ഹെർ ഷോ. അപ്പോ ഷീ ഈസ് ദ ഡയറക്ടർ, സോ ഷീ ഹാസ് ടു സേ. അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മലയാളികളുടെ എല്ലാവരും ചേച്ചി എവിടെയൊക്കെ പോയാലും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെ അതെ അതെ. അല്ല, ചിലവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ചോദിക്കാം, ആര് പറഞ്ഞു നിർത്താൻ, എന്തിനു നിർത്തി എന്നൊക്കെ പറഞ്ഞ്. നമ്മളെന്താ പറയാനാ, അവരുടെ ഏഷ്യാനെറ്റിന്റെയാണ്. സോ ഇറ്റ്സ് അപ് ടു ദെം. ഇപ്പൊ ചേച്ചിയുടെ കൂടെയുള്ള ആര്യയുണ്ട്, മുകേഷ് ചേട്ടനുണ്ട്, പിഷാരടി ഉണ്ട്. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഒബ്വിയസ്ലി മുകേഷ് ചേട്ടന്റെ കൗണ്ടേഴ്സും ഇതും അത് മറികടന്ന് ആർക്കും പോകാൻ പറ്റില്ല. അതില്ല. ബിക്കോസ് മൂപ്പരുടെ കഥകൾ കേട്ടാ നമ്മളങ്ങോട്ട് ഇരുന്ന് പോകും. അങ്ങനെയാണ് പറയണത്. പിന്നെ മൈ ഗോഡ്, ദാറ്റ്സ് എ ക്രാഫ്റ്റ്, അതൊരു ടാലന്റ് ആണ്. അത് പുള്ളിയാണ് അതിന്റെ ഒരു മെയിൻ ആള്. അത് മൂപ്പര് പറയണ കേട്ടാ ഇവൻ നുണ പറയുകയാണെങ്കിൽ അത് സത്യം തോന്നിപ്പോവും നമുക്ക്. പലതും എനിക്ക് തോന്നുന്നു ബഡായി പറയുന്നതായിരിക്കും. അതുകൊണ്ടാണല്ലോ ബഡായി ചേച്ചി ഇതുപോലെ എന്തെങ്കിലും ബഡായി പറഞ്ഞിട്ടുണ്ടോ പുറത്ത്?
എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ബെഡായി പറയണ്ടേ? ഇല്ല, ബെഡായി പറയേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായി. ഉള്ളത് പോലെ പറഞ്ഞപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് ചേച്ചിക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇറ്റ്സ് എ ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ്സ് എ ജോളി ഗുഡ് റൈഡ്. അത് നിങ്ങൾക്ക് എന്താ പറയുക, റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഡോണ്ട് ഹാവ് ടു മച്ച് ഓഫ് കുറേ എക്സ്പെക്റ്റേഷൻ വെച്ചൊന്നും പോകരുത്. നല്ല ഒരു ഫാമിലി ഫൺ ഓറിയൻറ്റഡ് മൂവി. അത് ജസ്റ്റ് ഹാവ് ഫൺ. കുറച്ച് നേരം നല്ല സുഖമായിട്ട് ഇരുന്ന് ചിരിച്ച് അതെ എൻജോയ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് എൻ്റർടൈനർ. അതാണ്. അപ്പൊ എന്താണേലും 16-ാം തീയതി മൂവി തിയേറ്ററിലേക്ക് എത്തും. ഞങ്ങൾ എന്താണേലും ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷാർപ്പക്കാടത്തൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ആണെങ്കിലും പെർഫോമൻസ് കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഫ്യൂച്ചറിൽ നല്ല നല്ല റോൾസ് ചേച്ചിക്ക് വരട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.